സർ, പാകിസ്ഥാന് വായ്പ അനുവദിച്ചല്ലോ IMF. അപ്പോൾ അതിനെതിരെ ഇന്ത്യ പറയുകയുണ്ടായി. പക്ഷേ പാകിസ്ഥാന് വായ്പ അനുവദിച്ചത് എല്ലാ മാനദണ്ഡങ്ങളും ഒക്കെ പാലിച്ചിട്ടാണ്. അവർ ഫണ്ട് വിനിയോഗത്തിലും പദ്ധതി നിർവഹണത്തിലുമൊക്കെ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് എന്നാണ് ഇപ്പോൾ IMF പറയുന്നത്. ഈ IMFനെ പൂർണ്ണമായിട്ട്, അതായത് മേജർ ഷെയർ ഉള്ളത് അമേരിക്കയ്ക്കാണ്. അപ്പോൾ സത്യത്തിൽ ഇതിലൊരു ഒളിച്ചുകടത്തലില്ലേ? തീർച്ചയായിട്ടും 190 രാജ്യങ്ങൾ ആണ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിലുള്ളത് എന്നാണ് നമുക്കറിയാവുന്നത്. അതെ. പക്ഷെ അതിൽ മേജർ 17%. അതെ, 16%. വോട്ടിംഗ് ഷെയർ എന്ന് പറയുന്നത്, പിന്നെ വിഹിതവും രണ്ടിലും അമേരിക്കയാണ് ഏറ്റവും. അതെ, 17.66% ഷെയർ ഉണ്ട്. 16.52% വോട്ടിംഗ് ഷെയറും ഉണ്ട്. അല്ല, അങ്ങനെയാണ്. ഇന്ത്യയുടെ സ്ഥാനം 8ാം സ്ഥാനത്ത്. ഈ IMFന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെ സംബന്ധിച്ചിടത്തോളം ഇതിന് ഒരു നെഗറ്റീവ് വോട്ട് അവിടെ ഇല്ല. അതായത് എതിർത്ത് വോട്ട് ചെയ്യുക എന്ന ഒരു സമ്പ്രദായം പറ്റത്തില്ല. പിന്നെ അതിൽ നിന്ന് വിട്ടു നിൽക്കാം ഈ തീരുമാനം എടുക്കുന്നതിനോട്. അതാണ് ശക്തമായി ചെയ്യാൻ കഴിയുന്ന ഒരു പ്രതിഷേധം എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ പൊതുവെ വായ്പ നൽകാൻ തീരുമാനിച്ച യോഗത്തിൽ ഇത് വിട്ടു നിൽക്കുകയായിരുന്നു ചെയ്തത്. കാരണം ഇങ്ങനെ ഒരു അഭിപ്രായത്തിന് മുൻതൂക്കം കിട്ടിയത് കൊണ്ടാവണമല്ലോ അങ്ങനെ സ്വാഭാവികമായിട്ടും ചെയ്തത്. അഭിപ്രായ ഐക്യം എന്നതിനേക്കാൾ ഉപരി ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ഇവിടെ ഈ മറ്റ് അന്താരാഷ്ട്ര ഫോറങ്ങളിലൊക്കെ നമ്മളിപ്പോൾ ശ്രമിക്കുകയാണ് ഈ പാകിസ്ഥാനിൽ നടക്കുന്ന ഭീകരവാദം എന്ന് പറയുന്നതും ഈ ഭീകരരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി. അത് ആഗോള ഭീഷണിയാണ്, ഇന്ത്യക്ക് മാത്രമായുള്ള ഒരു ഭീഷണിയല്ല എന്ന് അമേരിക്ക അടക്കമുള്ള ലോകരാഷ്ട്രങ്ങൾക്കെല്ലാം അറിയാം. ഈ ഭീകരരുടെ താവളങ്ങൾക്ക് അനുമതി നൽകുന്നതിലൂടെ, അവരെ വളർത്തുന്നതിലൂടെ പാകിസ്ഥാൻ ലോകസമാധാനത്തിനുണ്ടാക്കിയിരിക്കുന്ന ഭീഷണിയെപ്പറ്റി എല്ലാ ലോകരാജ്യങ്ങൾക്കും അറിയാം. അപ്പോൾ പക്ഷേ പാകിസ്ഥാനെ തളർത്തുകയല്ലാതെ ഒരു മാർഗ്ഗമില്ലെന്നും അറിയാം. പക്ഷേ ഈ മാനദണ്ഡങ്ങൾ എന്ന് പറയുന്നത് ഇതിനകത്ത് അംഗരാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പണം കൊടുക്കുന്നതിനുള്ള പ്രത്യേക മാനദണ്ഡങ്ങൾ ഉണ്ടായിരിക്കാം. അത് വെച്ചായിരിക്കാം അങ്ങനെ ചെയ്തത്. പക്ഷേ നമ്മൾ എല്ലാ അന്താരാഷ്ട്ര ഫോറങ്ങളിലും ഇത് വികസനത്തിന് വേണ്ടിയല്ല ഉപയോഗിക്കുന്നത്. ഫണ്ടെന്ന് പറയുന്നത് കൊടുക്കുന്നത് കൃത്യമായ വികസന പദ്ധതികൾക്ക് വേണ്ടിയാണ്. ഒരു വികസന പദ്ധതിയുമല്ല അവിടെ നടക്കുന്നത് ഇത് മാത്രമാണെന്ന് ബോധ്യപ്പെടുത്താനാണ് ഇന്ത്യ കിണഞ്ഞ് പരിശ്രമിക്കുന്നത്. നമ്മളിപ്പം എല്ലാ രാജ്യങ്ങളിലും 31 രാജ്യങ്ങളിലേക്ക് നമ്മുടെ പ്രതിനിധി സംഘം പോയിട്ടുണ്ടെന്ന് നോക്കണം. നമ്മുടെ രാജ്യത്തെ പ്രഗത്ഭരായ പാർലമെന്ററിയന്മാർ ഉൾപ്പെടുന്ന പ്രതിനിധി സംഘം 31 രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. ഓരോ ഭരണ സ്ഥാപനങ്ങളെയും ഓരോ ഭരണകൂടങ്ങളെയും ഇക്കാര്യം ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. പാകിസ്ഥാൻ ഇതൊരു ഭീകരാക്രമണമായിരുന്നുവെന്നും അതായത് ഒരു യുദ്ധത്തിൻ്റെ സ്വഭാവമുള്ള ഒരു കാര്യമല്ല നടന്നതെന്നും അതിർത്തി തർക്കമൊന്നും അല്ലെന്നും ഇത് കൃത്യമായ ഒരു ഭീകരവാദത്തിലൂടെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ്. അത് ഇല്ലാതായ മതിയാകുന്നുണ്ട് ലോകസമാധാനത്തിന് എന്ന് ബോധ്യപ്പെടുത്തുന്നതിനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ പോകുന്നത്. അത് മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം FATF എന്ന് പറയുന്ന ഫോറത്തിൽ ഗ്രേ പട്ടികയിൽ പാകിസ്ഥാനെ ഉൾപ്പെടുത്താൻ ഉള്ള ശ്രമമാണ് ഇപ്പോൾ ഇന്ത്യ സജീവമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആകുമ്പോൾ പിന്നെ വളരെ കൃത്യമായിട്ട് നിരീക്ഷിക്കാൻ കഴിയും. എന്താണ് നമ്മൾ ഈ ഭീകരർക്ക് വേണ്ടിയുള്ള ആണോ ഫണ്ട് പോകുന്നതെന്നുള്ളതും അങ്ങനെ ഭീകര അന്തരീക്ഷം എത്രത്തോളം ഉണ്ടെന്നൊക്കെ അതിലൂടെ നമുക്ക് നിരീക്ഷിക്കാൻ കഴിയും. ഗ്രേ പട്ടികയിൽ ഉൾപ്പെടുത്തി പാകിസ്ഥാൻ അങ്ങനെ ആയിരുന്നു. അത് അടുത്ത അവസരത്തിൽ മാറ്റിയതാണ്. നേരത്തെ പാകിസ്ഥാൻ ഈ ഗ്രേ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്ന രാജ്യമാണ്. അതൊരു മോശമായ കാര്യമാണ്. കാരണം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ, കാരണം പിന്നെ അവർ കൃത്യമായ നിരീക്ഷണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കും ആ രാജ്യം, പ്രധാനമായിട്ടും ഈ ഭീകര പ്രവർത്തനങ്ങൾക്ക് എതിരായിട്ടുള്ള ഒരു കാര്യത്തെന്ന് പറയുന്നത്. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട വസ്തുത എന്ന് പറയുന്നത് ഇവിടെ ഉന്നയിച്ച വിഷയം തന്നെയാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഏറ്റവും നല്ല സുഹൃത്തെന്നാണ് കൺസെപ്റ്റ് പറഞ്ഞു വരുന്നത്. മോഡി ഏറ്റവും വലിയ സുഹൃത്തെന്നൊക്കെയാണ് അവകാശപ്പെടുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഈ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് യോഗത്തിൽ ഈ ഫണ്ട് അനുവദിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരർത്ഥത്തിലും ഇന്ത്യക്ക് അനുകൂലമായ നിലപാടല്ല അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്ക സ്വീകരിച്ചത്. ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കുന്നത് അവർക്ക് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്, സൗഹൃദം എന്ന് പറയുന്നത് എല്ലാ സൗഹൃദങ്ങളും കച്ചവട താല്പര്യത്തിലാണ്. അത് ട്രംപ് തുറന്ന് പറഞ്ഞിട്ടുമുണ്ട്. വ്യാപാരത്തിലൂടെയും വാണിജ്യത്തിലൂടെയാണ് സഹകരണം. അത് ആ പ്രഷർ ചെലുത്തിയാണ് അദ്ദേഹം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിക്കാൻ രണ്ട് കൂട്ടരോട് സംസാരിച്ചത് എന്നൊക്കെ സംസാരിച്ച് കാണുമെന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാവുകയോ ആ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിലോ അല്ല നമ്മൾ അസന്ദിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ നമ്മൾ ഇവിടെ ഉണ്ടായത് ഒരു ഭീകരാക്രമണമാണ്. ഭീകരാക്രമണം എന്ന് പറഞ്ഞാൽ നിരപരാധിയായ ആളുകളെ കൊലപ്പെടുത്തുക എന്ന് പറയുന്നത്, അതിന് പല കാര്യങ്ങളും അവർ പറയുന്നുണ്ട്. അത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലാകാം, പല വിധത്തിലാകും. എന്തായാലും ഭീകരതയാണ് ലോകത്ത് നടന്നിരിക്കുന്നത്. ആ ഭീകരതയെ തകർക്കാൻ വേണ്ടി നമ്മൾ കൃത്യമായി നമ്മളൊരു ഓപ്പറേഷൻ നടത്തിയത്, ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് അത് വളരെ കൃത്യമായിരുന്നു. നിരപരാധികൾ ആരും കൊല്ലപ്പെട്ടിട്ടില്ല. സൈനിക താവളങ്ങളും സ്പോട്ട് ചെയ്യപ്പെട്ട നമ്മൾ വർഷങ്ങളായി പഠിച്ചെടുത്ത ഭീകര
കേന്ദ്രങ്ങളുമാണ് ആക്രമണത്തിന് വിധേയമാക്കിയത്. ആ ആക്രമണത്തിന് കനത്ത തിരിച്ചടിയാണ് നമ്മൾ നൽകിയത്. അത് തകർക്കപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെ തകർക്കപ്പെട്ടു എന്നുള്ളതാണ് വസ്തുത. അല്ലാതെ അതൊരു യുദ്ധത്തിലേക്ക് മാറ്റാൻ നമുക്ക് താല്പര്യമില്ലായിരുന്നെങ്കിലും നമ്മൾ ഈ ചെയ്ത കൊടുംക്രൂരതയ്ക്ക് കൃത്യമായ തിരിച്ചടി നൽകുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തത്. അത് സമ്പൂർണ്ണ വിജയവുമായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം. പാകിസ്ഥാൻ ഉരുണ്ട് കളിക്കുകയായിരുന്നു ചെയ്തത്. ഇവർ ശ്രമിച്ചു വിമാനം പിടിച്ച് വെടിവെച്ച് അത് ഏറ്റുപിടിക്കാൻ ഇവിടെ പ്രതിപക്ഷ നേതാവ് ഉണ്ടായി. താഴെ വീണ വിമാനത്തിൻ്റെ ഈ രാജ്യത്ത് മാത്രമേ ഇങ്ങനെയൊക്കെ സാധിക്കുള്ളൂ. സാധിക്കത്തില്ല. എത്ര വിമാനം ഇവിടെ വെടി, അതാണ് അദ്ദേഹത്തിൻ്റെ ഉത്കണ്ഠയെന്ന് പറയുന്നത് നമ്മുടെ എന്ന് പറയുന്നത്. അത് ഞാൻ പറഞ്ഞത് നമ്മൾ വളരെ കൃത്യമായി നടത്തിയ ഒരു ഓപ്പറേഷൻ. ആ ഓപ്പറേഷനെ പറ്റിയുള്ള വിശദ വിവരങ്ങൾ, അതിൻ്റെ വീഡിയോ ചിത്രങ്ങൾ അടക്കം ഇതാണ്. സൈന്യത്തിന് സമ്പൂർണ്ണ അധികാരം നൽകുകയായിരുന്നു. അങ്ങനെ സമ്പൂർണ്ണ അധികാരം നൽകുമ്പോഴും വളരെ കൃത്യമായ നിർദ്ദേശമാണ് നൽകിയിരുന്നത്. അങ്ങനെയാണ് അത് അവസാനിച്ചത്. അവസാനം വെടിനിർത്തലിന് വേണ്ടി അതിർത്തിയിൽ പ്രകോപനം സൃഷ്ടിക്കുക എന്നതാണ് പാകിസ്ഥാൻ ചെയ്തത്. അതിനെ തിരിച്ചടിക്കാൻ തുടങ്ങിയപ്പോൾ ആണ് വെടിനിർത്തൽ വേണമെന്ന് പാകിസ്ഥാനിലെ ഡയറക്ടർ, മിലിറ്ററി ഓപ്പറേഷൻസിൻ്റെ ഡയറക്ടർ ആവശ്യപ്പെടുകയും നമ്മളിന്നും ആ തരത്തിൽ സമാധാനത്തിൻ്റെ ഭാഗത്താണല്ലോ നമ്മൾ നിൽക്കുകയും ചെയ്തത്. അപ്പോഴാണ് ഇതിനിടയിലാണ് ഈ IMF വായ്പയുടെ പ്രശ്നം ഉണ്ടാകുന്നത്. ആ IMF വായ്പയിൽ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വസ്തുതകളായി നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നുണ്ട്. ഇതൊരു തികഞ്ഞ വസ്തുതയായി നമ്മുടെ മുമ്പിൽ. ഇതിനകത്ത് കൂട്ടിച്ചേർക്കലുകളോ ആലങ്കാരികതകളോ ഒന്നുമില്ല. തികഞ്ഞ വസ്തുതയായി നമ്മുടെ മുമ്പിലുണ്ട്. അതിനെയാണ് അങ്ങനെ ഇരിക്കെയാണ് ഒരു പൊതു സ്വീകാര്യത ഇവിടെ പാകിസ്ഥാന് വായ്പ കൊടുക്കുന്നതിന് ഉണ്ടായി എന്ന് പറയുന്നത്. പൊതു സ്വീകാര്യത എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അമേരിക്ക മുൻകൈ എടുക്കുന്നതിലൂടെ മാത്രമേ വായ്പ ലഭിക്കത്തുള്ളൂ. അല്ലെങ്കിൽ അമേരിക്കയുടെ കൃത്യമായ സഹായത്തോടു കൂടി മാത്രമേ ഒരു IMF-ൽ നിന്നൊരു വായ്പ, ഇതുപോലെ ഒരു വായ്പ തരപ്പെടുത്തിയെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അക്കാര്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള അവർക്ക് കിട്ടുന്ന പൈസയിൽ ഒരു വലിയ പങ്കെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഭീകരപ്രവർത്തനത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതിന് ഒത്തിരി തെളിവുകളുണ്ട്. ഇന്ത്യ അതിൻ്റെ അക്കമിട്ട ഈ തെളിവുകൾ നിരത്തിയിട്ടുണ്ട്, അമേരിക്കയുടെ മുമ്പിൽ നിരത്തിയിട്ടുണ്ട്. പാകിസ്ഥാനിൽ പണപ്പെരുപ്പം കൂടിയിരിക്കുകയാണ്. ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുന്നത് പറയുമ്പോൾ പണപ്പെരുപ്പം കൂടിയെന്ന് മാത്രമല്ല, ഒരുപാട് ഇന്റേണൽ പ്രോബ്ലംസ് പാകിസ്ഥാൻ ഉണ്ടല്ലോ. ഇപ്പോൾ തന്നെ ബലൂചിസ്ഥാനിലെ സ്വാതന്ത്ര്യ സമരം ഏതാണ്ട് വിജയത്തിൻ്റെ ഘട്ടത്തിലാണെന്നാണ് ബലൂച്ചികൾ അവകാശപ്പെടുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭരണകൂടത്തിന് അംഗീകാരം നൽകാനൊന്നും കഴിയത്തില്ല. അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളനുസരിച്ച്, നയതന്ത്ര ബന്ധങ്ങളനുസരിച്ച് പറ്റത്തില്ല. പക്ഷേ അവർ ഇന്ത്യയോട് സഹായത്തിന് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ബംഗ്ലാദേശിലെ പോലെയുള്ള ഒരു ഇടപെടൽ പറ്റത്തില്ല. കാരണം ബംഗ്ലാദേശിൽ തികച്ചും വ്യത്യസ്തമായിരുന്നു. ലോകത്തിൻ്റെ രണ്ട് ഭാഗത്ത് കിടന്ന തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ആൾക്ക് അധികാരം കൊടുക്കാതിരിക്കുകയും അങ്ങനെയൊക്കെയാണ് ബംഗ്ലാദേശിൻ്റെ. അത് വെച്ച് പാകിസ്ഥാനും മുഴുവൻ സീറ്റുകളും ഇവിടെ അവാമി ലീഗ് ഏതാണ്ട് നേടിക്കഴിഞ്ഞെങ്കിലും അവർക്ക് അധികാരം കൈമാറാൻ അയാത് പട്ടാളത്തെ അയക്കുക എന്നുള്ളതാണ് അന്നത്തെ പാകിസ്ഥാൻ ഭരണകൂടം ചെയ്തതെന്ന് പറയുന്നത്. യാക്കക്കാരൻ ആയിരുന്നു പട്ടാള ഭരണാധികാരി എന്ന് പറയുന്നത്. അവർ ചെയ്തത് അങ്ങനെയാണ് ബംഗ്ലാദേശ് രൂപം കണ്ടത്. ബംഗ്ലാദേശിനെ അതിന് ഇന്ത്യക്ക് പിന്നെ ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ, ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ അഭയാർത്ഥി പ്രവാഹങ്ങളിലൊന്നായിരുന്നു. നമ്മുടെ ഇന്ത്യ വിഭജന സമയത്തൊക്കെ നടന്നതുപോലെ തന്നെ നടന്ന ഒരു അഭയാർത്ഥി പ്രവാഹമായിരുന്നു ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഉണ്ടായത്. ഇന്ത്യക്ക് ഇടപെട്ടേ മതിയാവൂ എന്ന അവസ്ഥയായിരുന്നു. നമ്മുടെ സമ്പദ്ഘടന പോലും മറിഞ്ഞുപോയി. നമ്മൾ വലിയ ബുദ്ധിമുട്ടിയാണ്. നമ്മൾ ഈ കുട്ടികൾക്കൊക്കെ സ്റ്റാമ്പൊക്കെ അടിച്ച് ബംഗ്ലാദേശ് അഭയാർത്ഥികളെ സഹായിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് ഫണ്ട് ശേഖരിക്കേണ്ടി വന്നു. ഞാൻ പറഞ്ഞു വന്നത് അത്തരം ഒരു ഇടപെടൽ ബലൂചിസ്ഥാനിൽ നടക്കാനുള്ള സാഹചര്യം ഇല്ല എന്നാണ്. പക്ഷേ ജനങ്ങൾ അസ്വസ്ഥരാണ്. അവരിനി അവിടുന്ന് മാനസികമായി അവർ അകന്നു കഴിഞ്ഞു. ജനത ഉണ്ടാകെ പാകിസ്ഥാൻ എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞത് അടിസ്ഥാന സാമ്പത്തികമാണ്. ഇതെല്ലാം അങ്ങനെ പെട്ടു നിൽക്കുകയാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്നിട്ടും അവർ യുദ്ധം ഈ ഭീകരതയ്ക്ക് വളർത്തുന്നതിന് വേണ്ടിയാണ് അവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ മുഴുവൻ വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വിനിയോഗിച്ചുകൊണ്ടിരിക്കെ ഈ ലഭിച്ച സഹായവും അങ്ങനെ തന്നെ ആയിരിക്കും. അത് തടഞ്ഞ ഒരു സമ്മർദ്ദം പാകിസ്ഥാനെ ചെലുത്താൻ അമേരിക്ക തയ്യാറായില്ല എന്നുള്ളതിലൂടെ അമേരിക്കയുടെയും കച്ചവട താല്പര്യം മാത്രമാണ്. കാരണം ഇതിലൂടെ അവർക്ക് യുദ്ധം, ആയുധ വിൽപ്പന, ഇതിലൂടെ നീണ്ടു നിൽക്കുന്ന ഒരു കച്ചവട താല്പര്യം തന്നെയാണെന്നും സുഹൃത്ത് എന്ന് പറയുന്നത് എത്രത്തോളമാണ് എന്നുള്ളത് നമ്മൾ ഇനിയും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതിനെയൊക്കെ അതിജീവിക്കാനുള്ള കരുത്ത് ഭാരതത്തിനുണ്ട്. അന്താരാഷ്ട്ര ഫോറങ്ങളിലും ഈ പറഞ്ഞ FATF ഗ്രേ പട്ടികയിൽ പാകിസ്ഥാനെ ഉൾപ്പെടുത്തുന്നതിലുമൊക്കെ നമ്മുടെ ശ്രമം തുടരും. നമ്മളതിൽ വിജയിക്കുകയും ചെയ്യും. നമ്മുടെ ഈ പാർലമെൻ്ററി കമ്മിറ്റിയുടെ ലോക പര്യടനത്തിൽ ഈ രാജ്യങ്ങൾക്ക് അത് ബോധ്യപ്പെടുത്താൻ കഴിവുള്ളവരെയാണ് തിരഞ്ഞെടുത്ത് അയച്ചിരിക്കുന്നത്. അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്യും എന്നാണ്. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട്, കൂടുതൽ ബോധ്യപ്പെടും.